Hello guys, this is me Jasim. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ക്വാളിറ്റി ലോസ് ഒന്നും വരാതെ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ട ഫോട്ടോസ് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഏതെങ്കിലും ഓൺലൈൻ സെല്ലേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പോയിട്ട് ഫോട്ടോസ് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും ഫോട്ടോസ് അല്ലേ. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലോ ഒത്തിരി ചെറിയ ഫയൽ സൈസും ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ഈ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലായിട്ടുള്ള ഫോട്ടോൻ്റെ ഫയൽ സൈസ് നല്ലവണ്ണം കംപ്രസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ലോസ് വരാത്ത രീതിയിലേക്ക് എങ്ങനെ സേവ് ചെയ്യാന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഫോട്ടോ നമ്മൾ ഡയറക്റ്റ് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് മൊബൈലിലും ചെയ്യാം, കമ്പ്യൂട്ടറിലും ചെയ്യാം. കമ്പ്യൂട്ടറിൽ ഞാൻ ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത്. മൊബൈലിൽ ചെയ്യുമ്പോൾ അത് ലൈറ്റ് റൂമിനകത്താണ് ചെയ്യുന്നത്. ലൈറ്റ് റൂം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാത്തവർ ലൈറ്റ് റൂം ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്ത് മൊബൈലിനകത്ത് നോക്കാം. ആദ്യം കമ്പ്യൂട്ടറിനകത്ത് പോവാം. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ക്വാളിറ്റി കൂടുതലുള്ള ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു ഫയൽ 10 MB അല്ലെങ്കിൽ 15 MB അല്ലെങ്കിൽ 5 MB ഉള്ള ഫയൽ നമ്മുടെ കയ്യിലുണ്ട്. നല്ല ക്വാളിറ്റി ഫയൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ നമുക്ക് ഓൺലൈനിൽ കാണാമെന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അവർ പറയുന്ന ഒരു സൈസ് ഉണ്ട്. ആ സൈസിനകത്തേക്ക് നമ്മൾ ഫോട്ടോസ് കംപ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറുതാക്കി കൊടുക്കണം. എന്നാലാണ് ക്വാളിറ്റി ലോസ് വരാതെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ 1080x1080 ആ ഒരു സൈസൊക്കെ ഉണ്ട്. പക്ഷേ ആ സൈസൊക്കെ അവിടെ നിന്നോട്ടെ. ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്ന സംഭവം, നമ്മൾ ഒരൊറ്റ സൈസിലേക്ക് നമ്മൾ ഫയൽ കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്തിട്ട് ആ ഫോട്ടോനെ നമ്മൾ പല പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈവൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഏത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, പല പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ഒരു ഫോട്ടോ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട് വേറെ സൈസ്, ഫേസ്ബുക്കിലേക്ക് വേണ്ടി വേറെ സൈസ്, ആ രീതിയിലേക്കൊന്നും ഫോട്ടോസ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്രിക്ക് എനിക്ക് വർക്ക് ചെയ്യാറുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള ഫോട്ടോസ് എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും ഒട്ടും ക്വാളിറ്റി ലോസ് വരാത്ത രീതിയിലേക്കുള്ള ഫോട്ടോസാണ് എനിക്ക് കിട്ടാറ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോൻ്റെ. അപ്പോൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പിൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് മൊബൈലിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ഞാൻ 2 ഫോട്ടോസ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം വെർട്ടിക്കലും ഒരെണ്ണം ഹൊറിസോണ്ടലും, ഒരെണ്ണം പോർട്രേറ്റും ഒരെണ്ണം ലാൻഡ്സ്കേപ്പും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ വെബ് ഫയലിലേക്ക് സേവ് ചെയ്യുമ്പം അതിൻ്റെ ലോങ് എഡ്ജ് ഏതാണെന്ന് നോക്കുക. ഇത് ഈ ഫോട്ടോൻ്റെ വിഡ്ത്താണ് കൂടുതൽ അല്ലേ, ഈ ഫോട്ടോൻ്റെ ഹൈറ്റുമാണ് കൂടുതൽ. ആദ്യം നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ വെബ് ഫയലായിട്ട് സേവ് ചെയ്യാം. ആദ്യം ഫയലിൽ പോവാം. ഫയലിൽ പോയിട്ട് എക്സ്പോർട്ടിൽ പോവാം. സേവ് ഫോർ വെബ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഫോട്ടോൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇവിടെ ഉണ്ടാവും, ഇമേജ് സൈസ് ഇവിടെ ഉണ്ടാവും. അതിൽ വിഡ്ത്ത് 7254ഉം ഹൈറ്റ് 4841ഉം. അപ്പോൾ ഞാൻ പറഞ്ഞു ലോങ് എഡ്ജ് ആയിട്ടുള്ള സൈസാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പം ഈ ഫോട്ടോൻ്റെ ഏറ്റവും കൂടുതലുള്ള സൈസ് ആ വിഡ്ത്ത് നമുക്ക് 2048ലേക്ക് മാറ്റുക. ഈ 2048 എന്നുള്ള പിക്സൽ സൈസ് ഒരുവിധ എല്ലാ സോഷ്യൽ മീഡിയകൾക്കും സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഒത്തിരി ക്വാളിറ്റി ലോസ് ഒന്നും വരാതെ തന്നെ നല്ല രീതിയിലുള്ള, നല്ല മിഴിവോടുകൂടിയുള്ള ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ആയതുകൊണ്ട് ഇതിൻ്റെ വിഡ്ത്താണ് കൂടുതൽ. ഞാൻ പറഞ്ഞു അതിൻ്റെ വിഡ്ത്ത് നമ്മൾ 2048ലേക്ക് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ 2048ലേക്ക് നമ്മളിത് ചേഞ്ച് ചെയ്തപ്പം അതിൻ്റെ ഹൈറ്റും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന ഫോട്ടോസ് ഏതൊരു വെബ്സൈറ്റിലേക്കും അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോട്ടോസ് ഉപയോഗിക്കുമ്പം അത് നിർബന്ധമായിട്ടും sRGB കളർ പ്രൊഫൈലുള്ള ഫോട്ടോസ് ആയിരിക്കണം. ഈ sRGB അല്ലാതെ വേറെ ഏതെങ്കിലും അഡോബ് RGB പോലുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ RGB പോലുള്ള ഏതെങ്കിലും കളർ പ്രൊഫൈൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഫോട്ടോയായിട്ട് ആ ഫോട്ടോയുടെ കളർ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒരേ ക്വാളിറ്റിയുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെബ് ഫയലിലേക്ക് യൂസ് ചെയ്യുന്ന ഫോട്ടോസ് നിർബന്ധമായിട്ടും sRGB എന്നുള്ള കളർ പ്രൊഫൈലിലേക്ക് എപ്പോഴും കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ വെബ് ഫയലിൽ ഫോട്ടോ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ അതിനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ടിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വാളിറ്റി. ഇവിടെ 2 ക്വാളിറ്റി ഉണ്ട്. ഈ ക്വാളിറ്റിയിൽ മാക്സിമം ഇടുക. എന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഫോട്ടോ അല്ലെങ്കിൽ സേവ് ചെയ്ത് കിട്ടുന്ന ഫോട്ടോൻ്റെ സൈസ് ചിലപ്പോൾ ഒരു 1.5 MB ആണെന്നുണ്ടെങ്കിൽ അതിലും കുറച്ചുകൂടി താഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് 80% വരെ കുറക്കാം, കുഴപ്പമില്ലാതെ നമുക്ക് സൈസ്
80% വരെ കുഴപ്പമില്ലാത്ത ഒരു ഇമേജ് നമുക്ക് കിട്ടും. അപ്പോൾ ബിറ്റ്വീൻ 80 to 100 ആ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് ഈ ഒരു ക്വാളിറ്റി യൂസ് ചെയ്താൽ മതി. ബട്ട് ഞാനിപ്പോൾ 100 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലർ എന്നുള്ള ഓപ്ഷൻ അത് 0 തന്നെ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേറെ പ്രത്യേകിച്ച് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ഒരു ക്വാളിറ്റി എന്നുള്ള സംഭവം വീണ്ടും താഴെയുണ്ട്. അത് ഈ ഒരു ഓപ്ഷനിൽ തന്നെ ഇട്ടേക്കുക. ബൈക്ക് ഷാർപ്പറിലേക്ക് തന്നെ വെച്ചേക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഈ ഒരു പോർഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സെറ്റിങ്സ് എന്താണോ ആ ഒരു സെറ്റിങ്സിൽ തന്നെ ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈവൻ വിൻഡോസിലായാലും മാക്കിലായാലും എല്ലാം സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. ഇത് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് ആ ഒറിജിനൽ ഫയലിൻ്റെ മുകളിൽ റീപ്ലേസ് ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സേവ് കൊടുക്കുക. അപ്പം ഈ ഒരു ഫോട്ടോ നമ്മൾ ഓൾറെഡി വെബ് ഫയലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോട്ടോ കൂടെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ലോങ് എഡ്ജ് ഇതിൻ്റെ ഹൈറ്റാണ്. ഫോട്ടോൻ്റെ നീളം ഏത് ഭാഗത്താണോ കൂടുതലുള്ളത് ആ ഭാഗമാണ് നമുക്ക് ഈ 2048 എന്നുള്ള നമ്പർ കൊടുത്തിട്ട് പിക്സൽ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോൻ്റെ ലെങ്ത്താണ് കൂടുതൽ. സോ ഫയലിൽ പോവുക, എക്സ്പോർട്ടിൽ പോവുക, സേവ് ഫോർ വെബ് ലെഗസി എടുക്കുക. നമ്മൾ വൺസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം സെറ്റിങ്സ് തന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഫോട്ടോസ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ വീണ്ടും ഓരോ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല ഇതൊഴിച്ച്. ഇപ്പോൾ ഈ പോർട്രേറ്റ് ഫോട്ടോൻ്റെ ഹൈറ്റാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ടോട്ടൽ വാല്യൂവിൽ ഏത് നമ്പേഴ്സാണോ കൂടുതൽ ആ നമ്പേഴ്സ് നമ്മൾ 2048ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഹൈറ്റാണ് കൂടുതൽ. 5365 എന്നുള്ള ഹൈറ്റ് നമ്മൾ 2048ലേക്ക് ചേഞ്ച് ചെയ്തു. ഹൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തപ്പം അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വിഡ്ത്തും ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ കൺവേർട്ട് ടു sRGB എന്നുള്ളത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഫോട്ടോയ്ക്ക് ടിക്ക് കൊടുത്ത കാരണം കൊണ്ട് ഈ പ്രാവശ്യം അത് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം സെയിം തന്നെ കൊടുക്കുക, സേവ് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റീനെയിം ചെയ്യുക, സേവ് കൊടുക്കുക. ഇനി നമുക്കിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോയും ഒറിജിനൽ ഫോട്ടോയും തമ്മിലുള്ള ഫയൽ സൈസ് ഒന്ന് നോക്കാം. ഇത് ഒറിജിനൽ ഫോട്ടോ ആണ്, ലാൻഡ്സ്കേപ്പിൻ്റെ ഒറിജിനൽ ഫോട്ടോ ആണ്. ആ ഫോട്ടോൻ്റെ സൈസ് 15.3 ഉണ്ട്. അപ്പോൾ കൺവേർട്ട് ചെയ്തപ്പം അല്ലെങ്കിൽ വെബ് ഫയലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയ ഫയൽ സൈസ് 1.1 MB ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ രണ്ടിൻ്റെയും സൈസ് മാറിയിട്ടുണ്ടാവും. ഒന്ന് 1.5 MB, ഒന്ന് 7. ഈ ഒറിജിനൽ 7.9 MB, കൺവേർട്ട് ചെയ്ത സൈസ് 1.5 MB. ഓക്കെ, ഒത്തിരി സൈസ്, ഇത് ഒരു 15 MB ഉള്ള ഫയൽ സൈസാണ് നമുക്ക് കുറഞ്ഞിട്ട് 1 MB ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒത്തിരി ഫയൽ സൈസ് കുറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് ക്വാളിറ്റിയിൽ എന്തെങ്കിലും ലോസ് ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. ആദ്യം ലാൻഡ്സ്കേപ്പിൻ്റെ ഫോട്ടോ നോക്കാം. ഇത് വെബ് ഫയൽ, ഇത് ഒറിജിനൽ ഫയൽ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ല. രണ്ടും നമുക്ക് ഫോട്ടോ കാണുമ്പോൾ ഒരേ ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോയിൽ കാണുന്നുണ്ട്. ഇവൻ സൂം ചെയ്ത് നോക്കിയാലും വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണില്ല. ഇനി പോർട്രേറ്റ്സും കൂടെ നോക്കാം. ഇത് ഒറിജിനൽ ഫയൽ, ഇത് അതിൻ്റെ വെബ് ഫയൽ. ഒരു വ്യത്യാസവും നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും കാണില്ല. വെബ് പർപ്പസിന് ഈ ഒരു ഫയൽ മെത്തേഡ്, ഈ ഒരു മെത്തേഡ് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. നമുക്ക് ക്വാളിറ്റി ഒന്നും ലോസും വരാതെ നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോസ് കാണാനും പറ്റും. വെബ് ഫയലാണത്, ഇത് ഒറിജിനൽ ഫയലാണ്. വ്യത്യാസം എന്താ ഉള്ളതെന്നുള്ളത് നിങ്ങൾ അതിനെ നോക്കി പറഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം. ഇനി മൊബൈലിനകത്ത് ലൈറ്റ് റൂമിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, മൊബൈലിൽ ഞാൻ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഫൈനലായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുന്ന അതേ ഓപ്ഷൻ തന്നെയാണ് ഈ ലൈറ്റ് റൂമിനകത്തുള്ളത്. ഈ ഒരു കാണുന്ന ചെറിയൊരു ആരോ മാർക്ക് പോലുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. ആ സേവ് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഈ കാണുന്ന സേവ് ടു ക്യാമറ റോൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് വരും. അതിനകത്തുള്ള സ്മോൾ 2048px എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോ സേവ് ആവും. ഈ പറഞ്ഞിരിക്കുന്ന വെബ് ഫയൽ സൈസിലേക്ക് ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ടാവും. ഇത് ഹൊറിസോണിലുള്ള ഫോട്ടോയും വെർട്ടിക്കലുള്ള ഫോട്ടോയും സെയിം ഓപ്ഷൻ തന്നെയാണ്.
മുകളിൽ കാണുന്ന ആരോ മാർക്ക് പോലുള്ള ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ടു ക്യാമറ റോളിൽ കൊടുക്കുക. സ്മോളിൽ 2048 പിക്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക് ആൻഡ് കമൻറ്റ്സ്. നല്ലൊരു ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.